ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അതിനെ ഒരു പാൻ ചൂടാകാൻ വയ്ക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. സവാള വാടി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുമ്പോൾ 1 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അടതേപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഇറച്ചിക്കായ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. പണ്ടുകാലം മുതൽക്കേ ആളുകൾ ഇറച്ചിയിൽ ചേർത്തിരുന്ന ഒരു സാധനമാണ് ഈ അടതേപ്പിൻ്റെ കായ എന്ന് പറയുന്നത്. നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് എല്ലാ വശങ്ങളിലും മസാല പുരട്ടി എടുക്കുക. ഇതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പനേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടതേപ്പിവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ വേവിച്ച സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്താണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. വെള്ളം നമ്മളധികം ചേർത്തിട്ടില്ല. ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിത് വേവിച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഈ ബീഫ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.